ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടിരിക്കുന്നത് ഹ്യുണ്ടായി ക്രെറ്റ എൻലൈൻ ആണ്. എൻലൈൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഹ്യുണ്ടായുടെ ഒരു സ്പോർട്സ് എഡീഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു മോഡലാണ്. ഹയർ വെർഷനിൽ മാത്രമേ നമുക്ക് എൻലൈൻ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള നമുക്കറിയാം ഹ്യുണ്ടായി i20 എൻലൈൻ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മോഡലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹ്യുണ്ടായി അവതരിപ്പിച്ച ഒരു മോഡലാണ് ഹ്യുണ്ടായി ക്രെറ്റ എൻലൈൻ. ക്രെറ്റ നമുക്കറിയാം ഇന്ത്യക്കാർ കൈ നീട്ടി സ്വീകരിച്ച ഒരു മിഡ് സൈസ് SUV സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ്. ഇന്ന് SUV ഇത്രയും ട്രെൻഡിങ് ആകാൻ കാരണക്കാരനായ ഒരു മോഡൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയൊരു മോഡലാണ് ഹ്യുണ്ടായി ക്രെറ്റ. 2015 ഫസ്റ്റ് ടൈം ഹ്യുണ്ടായി ക്രെറ്റ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കമ്പനി അവതരിപ്പിച്ചത്. അന്ന് തന്നെ ഇത് വലിയൊരു വിജയമായിട്ട് മാറി. പിന്നീട് 2020 അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. ഇപ്പോൾ 2023 ഇതിൻ്റെ ടോട്ടലി ഒരു ഫേസ് ലിഫ്റ്റ് മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു എൻലൈൻ വെർഷനാണ്, കുറച്ചുകൂടി സ്പോർട്ടിയാക്കി കുറച്ചുകൂടി ആ ടെർബോ ചാർജ് എൻജിൻ്റെയൊക്കെ ആ ഒരു പവറും പെർഫോമൻസും വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡിസൈൻ വൈസ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് എൻലൈൻ സംഭവിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ബമ്പർ മാറിയിട്ടുണ്ട്, ഗ്രില്ലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ലോഗോ ഈ ഒരു പൊസിഷനിലായിട്ട് വന്ന് കുറച്ച് റെഡ് ഇൻസേർട്ടും കാര്യങ്ങളും എൻലൈൻ എന്നുള്ള ബാഡ്ജിയും കാര്യങ്ങളൊക്കെയാണ് പ്രധാന മാറ്റം സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് ഒരു 160 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉഗ്രൻ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളിരിക്കുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റ് കൊണ്ടൊക്കെ നിങ്ങളൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ വലിച്ചു കിട്ടാനൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ക്രെറ്റ ഇതുപോലെ ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രെറ്റയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. എൻലൈനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സൈഡ് പ്രൊഫൈലുള്ള പ്രധാന മാറ്റം എൻലൈൻ്റെ അലോയ് വീലിൻ്റെ ഡിഫറൻസ് ആണ്. കുറച്ചുകൂടി സ്പോർട്ടറായിട്ടുള്ള റെഡ് കാലിപ്പറൊക്കെ കൊടുത്ത് ഒരു സ്പോർട്ടിയർ വെർഷനാക്കി മാറ്റിയിട്ടുണ്ട്. 4 ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, അതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ടയർ സൈസ് 215, 55R 18 ഇഞ്ച് ടയർ സൈസാണ് വരുന്നത്. ടയർ പ്രൊഫൈലും ചെറിയ മാറ്റം ഉണ്ടെന്നാണ് എൻ്റെ നിഗമനം. സൈഡ് പ്രൊഫൈൽ കാണാൻ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നൊരു വാഹനമാണ്. അത്യാവശ്യം മികച്ച വീൽ ബേസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. പിന്നെ എൻലൈനെ സൂചിപ്പിക്കുന്ന എൻലൈൻ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലോയ് വീലും N എന്നുള്ള ബാഡ്ജിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഹ്യുണ്ടായി വാഹനങ്ങളിലൊക്കെ H ആണ് ബാഡ്ജിങ് വരുന്നത്, ഇതെങ്കിൽ N ആണ് വരുന്നത്. കുറച്ചുകൂടി ഒരു സ്പോർട്ടിയർ വെർഷനാണ്. റണ്ണിംഗ് ബോണ്ട് താഴെ നമുക്ക് ആ ഒരു റെഡ് ഇൻസേർട്ട് കാണാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായി ക്രെറ്റ. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ട് നോക്കാം. ഹ്യുണ്ടായി ക്രെറ്റ എൻലൈൻ്റെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ ഇതിൻ്റെ റിയർ ഡിസൈനാണ്. ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് എല്ലാ മിഡ് സൈസ് SUVയിലും ഈ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. അത് ഹ്യുണ്ടായി ക്രെറ്റയിലും അതുപോലെ തന്നെ കാണാമെങ്കിലും ഇതിൻ്റെ ഒരു ഇലിമിനേഷനും ഈ വാഹനമായിട്ടുള്ള മാച്ചിങ്ങും ഈ ഒരു സ്മോക്ഡ് എഫക്റ്റ് ഒക്കെ ഒരു രക്ഷയില്ല. പിന്നെ ഈ എൻലൈനിലോട്ട് വന്നപ്പോൾ ആ റൂഫ് റെയിലൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷായി, ഷാർഫിന് ആൻഡിന് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. പിന്നെ ഈ ഒരു സ്പോർട്ടിയർ ആയിട്ടുള്ള ഒരു സ്പോയിലർ നമുക്ക് കാണാം, അതും ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, റിയർ ഡീഫോഗർ, ബാക്ക് വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ പാർക്കിംഗ് ക്യാമറ ഒന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. എൻലൈൻ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്രെറ്റ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ഇവിടെ ആ റെഡ് ഇൻസൈറ്റും ആ സ്കിപ്പ് ലൈറ്റ് ഒക്കെ കുറച്ചുകൂടി സ്പോർട്ടറാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ മെയിൻ സാധനമാണ് ഡ്യുവൽ എക്സോസ്റ്റ്. ആ എക്സോസ്റ്റോട് നിങ്ങളെ തീർച്ചയായിട്ടും ഒന്ന് കേൾപ്പിക്കാം, അതിഗംഭീരമായിട്ടുള്ള നോട്ട് തന്നെയാണ്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് സബ് വൂഫറും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല രീതിക്ക് ലോഡ് ക്യാരി, അതുപോലെ തന്നെ ഫ്ലാറ്റായിട്ട് നിർത്തിയിരിക്കുന്നുണ്ട്. സാധനങ്ങൾ എടുക്കാനും വെക്കാനും ഒക്കെ വളരെ സുഖപ്രദമാണ്. പാർഷ്യൽ ഡ്രൈവും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രെറ്റ എൻലൈൻ്റെ സ്പോർട്ടിയർ ആയിട്ടുള്ള ആ ഇൻറ്റീരിയറും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഹ്യുണ്ടായി ക്രെറ്റ എൻലൈൻ എന്തുകൊണ്ട് എടുക്കണമെന്ന് വെച്ചാൽ ഈ ഇൻറ്റീരിയർ കണ്ട ആരായാലും എടുത്തു പോകും. അമ്മാതിരി ഒരു ഇൻറ്റീരിയറാണ്. ഇതിൻ്റെ സീറ്റ് കവറായാലും ഈ ഒരു ലെതർ അപ്പോൾസറി. ഈ ഒരു എൻലൈനിൽ തന്നെ 2 വേരിയൻ്റ് ഉണ്ട്, N8, N10. ഇപ്പോൾ നമ്മൾ കാണുന്ന N10 എന്ന വേരിയൻ്റാണ്. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഇൻറ്റീരിയറിൽ അതിൽ ചെറിയ ചെറിയ റെഡ് എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഒരു രക്ഷയില്ല, റൂഫ് അടക്കം ബ്ലാക്കാണ്. സ്പോർട്ടിയർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു അങ്ങേയറ്റം നമുക്ക് അങ്ങേയറ്റം പ്രീമിയം ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഫീല് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. പിന്നെ പാനോരാമിക് സൺറൂഫ് ഒക്കെ കാണാം. അത് ഈ ഒരു സെഗ്മെന്റിൽ ആദ്യം കൊണ്ടുവന്ന ക്രെറ്റയാണെന്നാണ് എൻ്റെ നിഗമനം. ഡോർ പാഡും ഒക്കെ കാണാം. ആ ഒരു ഇന്നർ ഡോർ ഹാൻഡ് വരെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് ഒക്കെ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഗ്ലൗ ബോക്സ്. ഇവിടെ സ്റ്റോർ ഏരിയ, ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതിൻ്റെ ഇടയ്ക്ക് ഒരു റെഡ് എലമെൻ്റ് കൊടുത്ത് സ്പോർട്ടിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ 10.5 ഇഞ്ചിൻ്റെ 2 ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഒരു മീറ്റർ കൺസോൾ നമുക്കിവിടെ കാണാം. അത് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഡിസ്പ്ലേ ഒക്കെ മാറുന്നത് നിങ്ങളൊന്ന് എന്താ സ്പോർട്സിലൊന്നും ഇടേണ്ട കാര്യമില്ല. നോർമലി ഇട്ട് കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഒരു പോക്കാണെന്നാണ് പറയേണ്ടത്. ഡ്യുവൽ സോണായിട്ട് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഗിയർ നോബ് നോർമൽ ക്രെറ്റയിൽ ഇങ്ങനത്തെ ഗിയർ നോബ് അല്ല വരുന്നത്. ഇത് വളരെ സ്പോർട്ടിയർ ആയിട്ടുണ്ട്. നമ്മൾ ഹ്യുണ്ടായി i20 എൻലൈനിൽ കണ്ട അതേ സെയിം ഗിയർ നോബാണ് വരുന്നത്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. വെന്റിലേറ്റർ സീറ്റ് പാടയപ്പ ഈ ഒരു ചൂട് കാലത്ത് ഇത്രയും സുഖമുള്ളൊരു ഫീച്ചർ വേറെ ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ബോസിൻ്റെ അതിഗംഭീരമായിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്ന രീതിയിലുള്ള മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓട്ടോ പാർക്ക് ബ്രേക്കാണ്, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാണാൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് ക്യാമറ, 360 ഡിഗ്രി ക്യാമറയും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരു രക്ഷയില്ല. പിന്നെ പാഡിൽ ഷിഫ്റ്റ്, സ്റ്റിയറിംഗിൽ എൻലൈൻ എന്നുള്ള ബാഡ്ജിങ്, എൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. സൺഗ്ലാസ് ഹോൾഡറും പാനോരാമിക് സൺറൂഫും ഈ ഒരു സൺവൈസർ ഉൾപ്പെടെ
ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ക്രെറ്റ എൻലൈൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ചു പോകും. എനിക്ക് എക്സ്റ്റീരിയർ തന്നെ അത്ര ഒരു വൗ ഫാക്ടറോ അല്ലെങ്കിൽ എനിക്ക് അത്രയും ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇൻറ്റീരിയറിൽ കയറിയിരുന്നപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇപ്പോൾ ഹ്യുണ്ടൈ ക്രെറ്റ എൻലൈൻ്റെ ഇൻറ്റീരിയറിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സീറ്റ് തുറന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അൺബോക്സ് ചെയ്തില്ല, പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫിനിഷിങ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും ബാക്കി ഇപ്പം സൺ ബ്ലൈൻഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ട് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. റിയർ AC വെന്റ്, ചാർജിങ് പോർട്സ്, തീരെ താന്നു പോകുന്ന സെൻറ്റർ ടണൽ. അതുകൊണ്ട് തന്നെ 3 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് അത്യാവശ്യം മികച്ച ഷോൾഡർ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ചെറിയ രീതിക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സുഖപ്രദമായിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. പിന്നെ ഇതിൻ്റെ പ്രധാന കോമ്പറ്റീറ്റർ ആയിട്ടുള്ള കിയ സെൽട്ടോസും ഇതുമായിട്ട് ജസ്റ്റ് ഒരു കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഒരേ പ്ലാറ്റ്ഫോമാണ്, ഒരേ എഞ്ചിനാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ക്രെറ്റയുടെ സസ്പെൻഷൻ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം ഒരു പടി കൂടി മേടി നിൽക്കുന്നത് ഹ്യുണ്ടൈ ക്രെറ്റയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ റിയർ സൈഡിൽ പറയാനുള്ളത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻലൈൻ എന്ന വേരിയൻറ്റ് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിനി മെയിൻ സാധനമായിട്ടുള്ള ഇതിൻ്റെ എക്സോസ്റ്റിനോട്ടും ബാക്കി ഡ്രൈവിലോട്ടൊക്കെ കിടന്നാൽ ഹ്യുണ്ടൈ ക്രെറ്റ എൻലൈൻ്റെ ഡ്രൈവാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഫീച്ചർ ലോഡായിട്ടുള്ള അതേപോലെ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാറാണ് ഹ്യുണ്ടൈ ക്രെറ്റ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ തന്നെ എൻലൈൻ വന്നപ്പോൾ കുറച്ചുകൂടി ഒരു സ്പോർട്ടിയർ വെർഷൻ ആണെന്നാണ് പറയേണ്ടത്. ഒരു 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 160 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കിടുക്കൻ പെട്രോൾ എഞ്ചിനാണെന്നാണ് നമ്മൾ പറയേണ്ടത്. ആ ഒരു ടെർബോ ചാർജിൻ്റെ ഒരു ഫീലും ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ആയാലും ആ ഒരു ടേണിങ് റേഡിയസ് ആയാലും ഈസി ടു ഹാൻഡിലാണ്. വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം, ഹാൻഡിൽ ചെയ്യുമ്പോൾ ലേഡീസിനൊക്കെ ആയാലും തന്നെ സിറ്റി ഡ്രൈവിനൊക്കെ ആയാലും ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഒരു മിഡ് സൈസ് SUV നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ. അതേസമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം സ്പോർട്ടിയർ ആയിട്ട് വാഹനത്തിൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ മാറണമെങ്കിൽ ഡ്രൈവ് മോഡുണ്ട്. സ്പോർട്സ് മോഡിലോട്ട് ഇടുക, ആക്സിലറേറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു രക്ഷയില്ല. 0 to 100 ഏകദേശം നിസ്സാര സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വാഹനം അച്ചീവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ബ്രേക്കിംഗ് 4 ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു വാഹനമാണ്. അതും ഒക്കെ ഒരു രക്ഷയില്ല. സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്കും മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ അത് മാത്രമല്ല, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടേ പോണ വാഹനത്തിൻ്റെ സ്പീഡ് സെൻസ് ചെയ്ത് അതേ സ്പീഡിൽ തന്നെ വാഹനം ക്രൂസ് ചെയ്ത് പോയിക്കോളും. നമ്മൾ ആക്സിലേറ്ററോ ബ്രേക്കോ എങ്ങും ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ലൈൻ കീപ്പിംഗ് വാണിംഗ് ഉണ്ട്. നമ്മുടെ വാഹനം ഒരേ ലൈനിൽ തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇതുപോലെ ഹിഡൻ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ക്യാമറ ഓൺ ആകും. അങ്ങനെയുള്ള ഒട്ടനവധി ഫീച്ചേഴ്സാണ് ഹ്യുണ്ടൈ ക്രെറ്റ ഓഫർ ചെയ്യുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ ഒക്കെ ഫീഡ്ബാക്ക് ആയാലും പിന്നെ പാഡ് ഷിഫ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പോർട്ടിയായിട്ട് ഓടിക്കണമെങ്കിൽ കണ്ട മാനുവലി ഷിഫ്റ്റ് ചെയ്ത് നല്ല ക്വിക്കായിട്ട് നമുക്ക് ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് ഒന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിലും ഒക്കെ നിസ്സാര സമയം കൊണ്ട് നടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഡ്യുവൽ ടോൺ ക്ലൈമറ്റ് കൺട്രോളുള്ള AC വരുന്നുണ്ട്. അതൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരുപാട് ഫീച്ചേഴ്സാണ് പുതിയ ഹ്യുണ്ടൈ ക്രെറ്റ എൻലൈനിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഹ്യുണ്ടൈ ക്രെറ്റ എൻലൈൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഹ്യുണ്ടൈ ലൈനപ്പിലുള്ള ഏത് വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവും ബുക്കിങ്ങും എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.